ഹായ് മക്കളെ, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഇറ്റ്സ് മീ അമീൻ സർ. തീർച്ചയായിട്ടും മക്കളെ, ഞാൻ ഇതാ വന്നിരിക്കുന്നത് 3 മിനിറ്റ് കൊണ്ട് നിങ്ങൾക്കറിയാം ഈ ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ 6 കമ്മീഷൻസ് പഠിപ്പിക്കാൻ വേണ്ടി പോവാണ്. സെറ്റപ്പ് ആക്കി മാറ്റി പഠിപ്പിക്കാൻ വേണ്ടി പോവാണ്. സോ എല്ലാ മക്കളും ഇങ്ങോട്ട് ശ്രദ്ധിച്ചിരിക്കുക. ആദ്യമായിട്ടാണ് ഈ ചാനൽ വരുന്ന മക്കളാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മാത്രമല്ല വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും എന്റെ മക്കൾ ലൈക്ക് അടിക്കുക. മാത്രമല്ല മാക്സിമം ആൾക്കാർക്ക് എന്ത് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്ക് എല്ലാവർക്കും അറിയാം ഈ ചാപ്റ്ററിൽ പ്രധാനമായിട്ടും പഠിക്കാനുള്ള പോയിന്റ്സുകളാണ് ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഈ പോയിന്റ്സുകളൊക്കെ നമ്മൾ പഠിക്കണം. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ഒന്നാണ് കമ്മീഷൻസ്. അതിൽ 6 കമ്മീഷൻസ് ആണ് ഈ ചാപ്റ്ററിൽ നമ്മൾ പറയുന്നത്. ഈ 6 കമ്മീഷൻസ് പഠിക്കാൻ എന്റെ മക്കൾക്ക് ബുദ്ധിമുട്ടാണ്. കാരണം ഏകദേശം 14-15 പേജുകളുള്ള കമ്മീഷൻസ് കിടക്കുന്നുണ്ട്. ഈ കമ്മീഷൻസ് ഒന്ന് ഷോർട്ടാക്കി പഠിച്ചാലോ? വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമുക്ക് ലൈക്ക് അടിക്കണം കേട്ടോ. ഷെയർ ചെയ്ത് നിങ്ങളെ ഫ്രണ്ട്സിന് അയച്ചു കൊടുക്കുക. കാരണം ഒരുപാട് ആൾക്കാർ ബുദ്ധിമുട്ടുണ്ട് ഇത് എങ്ങനെ പഠിക്കാന്നുള്ളത്. ഞാൻ ഈ 6 എണ്ണത്തെയും എന്ത് ചെയ്യാൻ വേണ്ടി പോകാറിയോ? ഈ 6 കമ്മീഷൻസിനെയും ഒറ്റ ഒന്നിലേക്ക് മാറ്റാൻ വേണ്ടി പോവാണ്. ആ കമ്മീഷൻസ് ആണ് ഞാൻ ഈ രീതിയിലേക്ക് എന്റെ മക്കൾക്ക് മാറ്റി തന്നത്. നോക്കിക്കോളി, ആദ്യത്താണ് ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയാ. ആ ഇലക്ഷൻ കമ്മീഷനെ നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് പ്രധാനമായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് ഏത് വർഷമാണ്, ടേംസ് ഓഫ് മെമ്പേഴ്സ് എത്ര വർഷമാണ്, കാലാവധി മനസ്സിലാക്കിക്കണം, മെമ്പേഴ്സ് എത്ര അംഗങ്ങളുടെ മനസ്സിലാക്കണം, ആരാണ് അപ്പോയിന്റ്മെന്റ് ചെയ്യല്, എവിടെയാണ് ആസ്ഥാനം, ഹെഡ് ക്വാർട്ടേഴ്സ് മനസ്സിലാക്കി വെക്കാം. ഇലക്ഷൻ കമ്മീഷൻ നോക്കുകയാണെങ്കിൽ ഏതാണ്, ജനുവരി 1950 ജനുവരി 25-നാണ്. ടേംസ് ഓഫ് മെമ്പേഴ്സ് എത്രയാണ്, 6 വർഷമോ അല്ലെങ്കിൽ 65 വയസ്സാണ്. എത്ര മെമ്പേഴ്സിന് എടുക്കാൻ വെച്ചാൽ ഒരു ചീഫ് ഇലക്ഷൻ കമ്മീഷൻ ഉണ്ടാവും, 2 കമ്മീഷണേഴ്സ് ഉണ്ടാവും. അപ്പോയിന്റഡ് ബൈ പ്രസിഡന്റ് ആണ്, ഹെഡ് ക്വാർട്ടേഴ്സ് ന്യൂഡൽഹി ആണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ പഠിച്ചു വെച്ചല്ലോ. പിന്നെ നിങ്ങൾക്ക് ഫംഗ്ഷൻസ് പഠിച്ചാൽ മതി. നോക്കിയോ, എല്ലാത്തിന്റെയും ഹെഡ് ക്വാർട്ടേഴ്സ് എന്താണ് ഒരേപോലെയാണ്. മാത്രമല്ല ഒരൊറ്റൊന്നിന്റെ മാത്രമാണ് നിയമിക്കുന്നത് ആര്, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ എന്നത്. ബാക്കി ഓൾ ഓഫ് പോയതാണ് പ്രസിഡന്റ് ആണ്. എല്ലാത്തിന്റെയും പ്രസിഡന്റ് ആണ് മനസ്സിലാക്കി വെക്കാം. റെഡിയാണല്ലോ? ഇനി അടുത്ത നാഷണൽ ഹ്യൂമൻ റൈറ്റ് കമ്മീഷൻ ഒക്ടോബർ 12, 1993 വരുന്നത്. അവിടെ 3 വർഷം അപ് ടു 70 വരെ എന്ത് പറ്റും. അവിടെ 6 മെമ്പേഴ്സ് ഇൻക്ലൂഡിംഗ് ദ ചെയർപേഴ്സൺ വരെ എന്ത് ചെയ്യുന്നു വരുന്നുണ്ട്. പ്രസിഡന്റ് അപ്പോയിന്റ് ന്യൂഡൽഹി ആയിരുന്നു. ബാക്കി അങ്ങോട്ടേക്കുള്ള ടേംസ് ഓഫ് മെമ്പേഴ്സിന്റെ കണക്ക് ഒരേപോലെയാണ്. 3 years ആണ് മനസ്സിലാക്കി വെക്കാം. അതേപോലെ എ ചെയർപേഴ്സൺ, എ വൈസ് ചെയർപേഴ്സൺ 5 മെമ്പേഴ്സ്, എ ചെയർപേഴ്സൺ, എ വൈസ് ചെയർപേഴ്സൺ 3 മെമ്പേഴ്സ്, 3 മെമ്പേഴ്സ് ഒരേപോലെയാണ് ഇവിടൊക്കെ വരുന്നത് കേട്ടോ. ഇതുവരെയുള്ളതൊക്കെ എല്ലാത്തിനും തുല്യമാണ്. ഒരു 5 മെമ്പേഴ്സ് എന്ന മാറ്റം മാത്രമേ ഉള്ളൂ. പിന്നെ നിങ്ങൾ പഠിച്ചു വെക്കേണ്ട അതിന്റെ ഡേറ്റുകൾ കൃത്യമായിട്ട് പഠിക്കുക. അങ്ങനെ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഇയർ എഴുതിയാൽ നിങ്ങൾക്ക് ഒരു മാർക്ക് കിട്ടും. ടേംസ് ഓഫ് മെമ്പേഴ്സിനെ കണക്ക് ചെയ്തൊരു മാർക്ക് കിട്ടും. മെമ്പേഴ്സിന് എണ്ണ ഇതേ ഒരു മാർക്ക് കിട്ടും. അപ്പോയിന്റ് ചെയ്യുന്ന ഹെഡ് ക്വാർട്ടേഴ്സ് ചെയ്ത് എന്ത് ചെയ്യും, എന്റെ മക്കൾക്ക് മാർക്ക് കിട്ടും. സോ ഇത് എന്റെ മക്കൾ കൃത്യമായിട്ട് എന്ത് ചെയ്യാ പഠിച്ചു പോവാ. ഇനി നിങ്ങൾക്ക് എക്സാമിന് പൊതുവായിട്ട് കുറച്ച് കമ്മീഷൻസിന്റെ ചുമതലകൾ ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്നു. ഒന്ന് ഐഡന്റിഫൈ ദ കംപ്ലൈന്റ്സ് ആൻഡ് കണ്ടന്റ് എൻക്വയറീസ്, പരാതികൾ കണ്ടെത്തി അന്വേഷണം നടത്താൻ പറ്റും. അതേപോലെ സബ്മിറ്റ് ദ റിപ്പോർട്ട് ഗവൺമെന്റ് ഓൺ ചലഞ്ച് ഫേസ്, നേരിടുന്ന വെല്ലുവിളിയെ കുറിച്ച് സർക്കാർ റിപ്പോർട്ട് സമർപ്പിക്കുക. എക്സാമിൻ ദ ഡിമാൻഡ്സ്, ഗിവ് സജഷൻ ടു ദ ഗവൺമെന്റ്, ആവശ്യങ്ങൾ പരിശോധിച്ചിട്ട് സർക്കാർ നിർദ്ദേശം നൽകാനും കമ്മീഷൻ സഹായിക്കുന്നുണ്ട്. കോർഡിനേറ്റ് ദ എഫേർട്ട് ഫോർ ദ വെൽഫെയർ പ്രൊട്ടക്ഷൻ ആൻഡ് ഗ്രോത്ത്, ക്ഷേമത്തിനും സംരക്ഷണത്തിനും വളർച്ചയ്ക്കും വേണ്ടിയുള്ള ശ്രമങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇതേപോലെ നടത്തുന്നുണ്ട്. സോ 6 കമ്മീഷൻസ് പഠിക്കുമ്പോൾ അതിൽ ബാക്കിയുള്ള ഫംഗ്ഷൻസ് പഠിച്ചു വെക്കുക. ഇനി അതിന് പുറമെ പോയിന്റ്സും കൂടി എന്ത് ചെയ്തിട്ടുണ്ട്, ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതെന്ത് ചെയ്യാൻ എന്റെ മക്കളെ പഠിച്ച് സെറ്റപ്പ് ആക്കിയാൽ മതി. സോ മക്കളെ 6 കമ്മീഷന്റെ ഏറ്റവും ഷോർട്ടായിട്ട് പഠിക്കാനുള്ള മെത്തേഡ് ഇത് തന്നെയാണ്. ഇതെന്ത് ചെയ്യാൻ നന്നായിട്ട് എന്റെ മക്കളെ പഠിച്ചു വെക്കുക, അടിപൊളിയാക്കി മാറ്റുക. അതുപോലെ തന്നെയാണ് ഇങ്ങനെ കുഞ്ഞു വീഡിയോ ആയിട്ട് വന്നത്. ഇഷ്ടപ്പെട്ട എന്ത് ചെയ്യുക, മാക്സിമം ആൾക്കാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം ഇത് എക്സാമിന് എന്തായാലും ചോദിക്കുന്നതാണ്. നമുക്ക് അടിപൊളിയായിട്ട് പഠിച്ച് മാർക്ക് വാങ്ങണം. സോ മക്കളെ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട, ഷെയർ ചെയ്ത് കൊടുക്കുക. ഞാൻ കാണാം. ബൈ ബൈ, സീ യു, ലവ് യു.